പകുതിയിലധികം ഇസ്രായേലികളും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ രാജിവെക്കണമെന്ന അഭിപ്രായമുള്ളവരാണെന്ന് സർവേ റിപ്പോർട്ട്. ഇസ്രായേൽ ചാനൽ N12 പ്രസിദ്ധീകരിച്ച സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. 58% പേരാണ് നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെടുന്നത്. പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് രാജിവെക്കണമെന്ന അഭിപ്രായത്തിനും ഇസ്രായേൽ ജനത അനുകൂലമാണ്. 48% വരുന്ന ഇസ്രായേലുകാരാണ് യോവ് ഗാലന്റ് ഉടൻ രാജിവെക്കണമെന്ന് അഭിപ്രായപ്പെട്ടത്. ഇസ്രായേൽ പ്രതിരോധ സേനയായ IDF മേധാവി സ്റ്റാഫ് ഹെർസി ഹലേവിയും ഉടൻ രാജിവെക്കണമെന്ന് 50% പേരും ആവശ്യപ്പെട്ടു. ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ് തലവൻ റോനൻ ബാർ രാജിവെക്കണമെന്നാണ് 56% ഇസ്രായേലികളുടെയും അഭിപ്രായം. തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കണമെന്ന് 44% ആളുകൾ അഭിപ്രായപ്പെട്ടപ്പോൾ മന്ത്രിമാരായ ബെന്നി ഗാറ്റ്സും ഗാഡി ഈസൻകോട്ടും ഉടൻ സ്ഥാനമൊഴിയണമെന്നാണ് 37% പേർ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഗാൻസിന്റെ നാഷണൽ യൂണിറ്റി പാർട്ടി 31 സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു. നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് 18 സീറ്റും യേഷ് അത്തിഡിന് 15 സീറ്റും കിട്ടുമെന്നാണ് സർവേ റിപ്പോർട്ട്. ഷാസ്, ഇസ്രായേൽ ബെയ്റ്റിനു, ഒൽസാമ യഹൂദിത് എന്നീ പാർട്ടികൾ 10 സീറ്റ് വീതം നേടും. യുണൈറ്റഡ് തോറ ജൂദായിസം പാർട്ടിക്ക് 8 സീറ്റും ഹദാഷ് താൽ റാം പാർട്ടികൾ 5 സീറ്റുകൾ വീതവും സ്വന്തമാക്കും. മെരറ്റസ്, റിലീജിയസ് സയനിസ്റ്റ് പാർട്ടികൾ 4 സീറ്റ് വീതവും നേടുമെന്നാണ് സർവേ പറയുന്നത്. നിലവിൽ ഭരണം നടത്തുന്ന നെതന്യാഹു സഖ്യത്തിന് 50 സീറ്റും ഗാൻഡ് യീർ ലാപ്പിഡ് സഖ്യത്തിന് 65 സീറ്റും ലഭിക്കുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നു. അതേസമയം ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം കനക്കുന്നുണ്ട്. ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ മോചിപ്പിക്കണം, ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാർ അധികാരത്തിൽ വരണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തെൽ അവീവിൽ 10,000 സർക്കാർ വിരുദ്ധ പ്രതിഷേധം നടത്തിയിരുന്നു. യുദ്ധം 7 മാസം പിന്നിട്ടിട്ടും ബന്ദിമോചനം സാധ്യമാക്കാൻ ഇസ്രായേൽ സർക്കാരിന് സാധിച്ചില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അതിനിടെ തെൽ അവീവിൽ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. പോലീസിന്റെ നടപടിക്കെതിരെയും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പോലീസ് യഥാർത്ഥത്തിൽ ആരെയാണ് സംരക്ഷിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ചോദിച്ചിരുന്നു. ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രിക്കെതിരെയും പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു. തെൽ അവീവിന് പുറമെ ഇസ്രായേലിലെ മറ്റ് 50ഓളം സ്ഥലങ്ങളിലും സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ നടന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ആരംഭിച്ച യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങൾ മുതൽ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.